യോർക്ക് സിറ്റിയിലാണുള്ളത്. ജോർജ് മാഷുണ്ട്, മോഡിയുണ്ട് കൂടെ. മോഡി എന്ന് പറഞ്ഞത് യോർക്കിലുള്ള കനകമലക്കാരൻ പ്രധാനമന്ത്രിയാണ്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു പട്ടണമാണ് യോർക്ക്. 1-ാം നൂറ്റാണ്ട് മുതൽ റോമൻസിൻ്റെ ആധിപത്യത്തിലായിരുന്നു അത്ര യോർക്ക്. എൻ്റെ കൂടെയുള്ള 2 പേരും പൗരാണിക ചരിത്രങ്ങളിലൊക്കെ താല്പര്യമുള്ളവരാണ്. പക്ഷേ എനിക്ക് ചരിത്രമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ കേട്ടറിവുകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന യോർക്ക് മിനിസ്റ്റർ കത്തീഡ്രൽ, സിറ്റിയുടെ സംരക്ഷണ മതിലായിട്ട് നിൽക്കുന്ന സിറ്റി വാൾസ്, കത്തീഡ്രലും അതുപോലെ തന്നെ ഈ സിറ്റി വാളും സന്ദർശകരെ ആകർഷിക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾ എത്തി നിൽക്കുന്നത് കത്തീഡ്രലിൻ്റെ പ്രവേശന കവാടത്തിലാണ്. ഈ ഫോട്ടോയ്ക്ക് മോഡിയുടെ കൂട്ടുകാരനോട് കടപ്പാട്. കത്തീഡ്രലിനകത്തേക്ക് എന്തോ കാരണം കൊണ്ട് അന്ന് പ്രവേശനം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറിയിട്ടില്ല. പക്ഷേ പുറത്തെ കാഴ്ചകൾ തന്നെ അതിഗംഭീരം. ഗ്ലാസ് ജനാലകൾ ഈ കത്തീഡ്രലിൻ്റെ പ്രത്യേകതയായി പറയപ്പെടുന്നു. ഒരു പ്ലാന്റ് ചെത്തിമിനിക്കാണ് ഈ പുലിയുടെ നിർമ്മിതി. കത്തീഡ്രൽ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നഗരമധ്യത്തിലേക്ക് അങ്ങ് ഇറങ്ങി. യോർക്ക് നഗരം എന്ന് പറയുന്നത് തന്നെ ഈ കത്തീഡ്രലും അതുപോലെ സിറ്റി വാളും പിന്നെ നദി, ചെറിയ വെള്ളച്ചാട്ടം, പാർക്കുകൾ എല്ലാം ഇൻക്ലൂഡഡാണ്. ചന്നം ഭിന്നം എന്നോണം പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴയത്തും ഈ സിറ്റി കാണാനായിട്ട് അതിമനോഹരം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെ പ്രസിദ്ധമായ ഷാമ്പിൾസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇത്. ഷാമ്പിൾസ് എന്ന് പറയുന്നത് ഇത് ഒട്ടും മാറ്റം വരുത്തില്ല. അത് 1400 വർഷം മുന്നേ പണിത് അതേപോലെ നിലനിർത്തി. ഹാരി പോട്ടർ സിനിമയുടെ ലൊക്കേഷനുകളിൽ ഈ ഷാമ്പിൾസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ യോർക്കിലെ മറ്റു പല ലൊക്കേഷനുകളും ഈ സിനിമയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. നെയിം ബോർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ കുറേ സാമ്പിൾ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ രസകരമാണ്. ക്ലിഫോർഡ് ടവറാണിത്. ഐ ഓഫ് യോർക്ക് എന്നിവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊരു നിരീക്ഷണ ടവർ കൂടി ആയിരുന്നിരിക്കണം. 10-ാം നൂറ്റാണ്ടിൽ യുദ്ധത്തിൽ തകർക്കപ്പെട്ട യോർക്ക് മ്യൂസിയം പുനർനിർമ്മിച്ചതാണ് ഈ ടവർ എന്നാണ് അറിഞ്ഞത്. പടികളൊക്കെ കയറി ചെന്ന മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലെത്തും. അവിടെ ഒരു എൻട്രൻസ് ഫീ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മ്യൂസിയം കാണാം. പക്ഷേ ഞങ്ങൾ മ്യൂസിയം കാണാൻ നിന്നിട്ടില്ല. ഈ പുഴയും
യോർക്കിൻ്റെ അവിഭാജ്യ ഘടകമാണ്. 2 പുഴകൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് യോർക്ക്. ഈ പുഴകൾക്ക് യോർക്കിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രാമുഖ്യമുണ്ടത്രേ. ഒരു കാരണം സുരക്ഷാ സംബന്ധമായിട്ടുള്ളതാണ്, മറ്റേത് വാണിജ്യ സംബന്ധമായിട്ടാണ്. രഹസ്യ ടണലുകളും രഹസ്യ വഴികളും രഹസ്യ അറകളും ഒക്കെ ഉള്ള ഒരു പുഴ തീരമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. യോർക്കിൻ്റെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ വഴികളും അറിയാവുന്ന മോഡി ഞങ്ങളെ നയിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പിന്നാലെ നടന്നു. യോർക്ക്ഷയർ മ്യൂസിയത്തിൽ കൂടെയൊക്കെ ഇറങ്ങി പിന്നെ ഞങ്ങൾ സിറ്റി വാളിലേക്ക് കയറാനുള്ള പരിപാടിയായിരുന്നു. മ്യൂസിയം ഗാർഡനിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ സിറ്റി വാളിൽ കയറി. സിറ്റി വാളിലെ നടത്തം ഒരു അനുഭവം തന്നെയാണ്. 2 മൈൽ നീളമാണ് ഈ വാളിനുള്ളത്. ഏകദേശം 3.5 കിലോമീറ്ററോളം വരും. ഇതിലേക്കുള്ള എൻട്രൻസ് ഫ്രീ ആണ്, പക്ഷേ സമയം ഉണ്ടായിരിക്കും. അതായത് വൈകിട്ട് ഇത് അടച്ചിടുന്നതായിരിക്കും. ചിലപ്പോൾ സമ്മറിലും വിൻ്ററിലും സമയം വ്യത്യാസം ഉണ്ടാവും. ഇത് പക്ഷേ നേരെ മറിച്ചാണ്. ഇത് ആർക്ക് ശൈലിയാണ്, അത് ഗോത്തിക് ശൈലിയാണ്. ഈ പില്ലറിലുള്ളത് ഗോത്തിക് ശൈലിയാണ്. 2 മൈലിലധികം നീളം ഇതിനുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇത് തുടർച്ചയായിട്ടുള്ള ഒരു വാളല്ല. ഇടയ്ക്ക് ഇതിന് ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി നടന്ന് കയറേണ്ടി വരും. ഇതിൻ്റെ ഒരു മാപ്പ് ഞാനിവിടെ ഇടുന്നുണ്ട്. ഗില്ലി ഗേറ്റ് ഉണ്ട് എൻട്രൻസ്.